ഹലോ പെറ്റ് ലവേഴ്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒട്ടുമിക്ക പേരും അറിഞ്ഞു എന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിലും അതുപോലെ തന്നെ നമ്മുടെ ഇന്നൊരു ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക്, നമ്മുടെ കുഞ്ഞുപെണ്ണിൻ്റെ അവസ്ഥ പറഞ്ഞിട്ട്. അപ്പോൾ ഒട്ടുമിക്ക പേര് ആ ഒരു കുഞ്ഞിൻ്റെ വാർത്ത കേട്ടെന്ന് വിശ്വസിക്കുകയാണ്. കുറേ പേര് നമുക്ക് ഇതിൻ്റെ പേരിൽ കുറേ പേര് നമ്മൾ വിളിച്ചു, കാര്യങ്ങൾ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്. പക്ഷേ ഞാൻ ആരോടും സംസാരിക്കാൻ പറ്റിയൊരു മാനസികാവസ്ഥ അല്ലായിരുന്നു, എല്ലാവർക്കും മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ, കാരണം ഇന്ന് രാവിലെ വരെ ഞാൻ നമ്മുടെ കുഞ്ഞിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്, എല്ലാവരും കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കെ പെട്ടെന്ന് ഉച്ചയാകുമ്പോഴേക്കും കുഞ്ഞിന് ഇങ്ങനൊരു വാർത്ത നിങ്ങൾ കേൾക്കുമ്പോൾ അത് നേരിട്ട് കാണുന്ന എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സത്യം പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കുഞ്ഞുപെണ്ണ് നമ്മളെ വിട്ട് പോകുന്നത്. ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുഞ്ഞിനെ ഇന്നലെ വൈകിട്ട് ചെറിയൊരു ആരോഗ്യസ്ഥിതി ചെറുതായിട്ട്, അപ്പോൾ ഞാൻ ഇന്നലെ വൈകിട്ട് തന്നെ ഞാൻ ഡോക്ടർക്ക് വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലേക്ക്. കാരണം ഇന്നലെ വൈകുന്നേരം വരെ പുതിയ പയ്യൻ പറഞ്ഞത് ഇന്ന് രാവിലെ എത്താമെന്നാണ്. പക്ഷേ ഇന്ന് രാവിലെയാണ് അവൻ വിളിച്ച് പറഞ്ഞത് ഇന്ന് എത്തില്ല എന്നാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് വേറെ ഇവിടുന്ന് നമുക്ക് ഇറങ്ങി കഴിഞ്ഞാൽ, ഇപ്പോൾ കുറേ നമ്മളൊരു കമൻറ്റ് കണ്ടിരുന്നു, നമ്മൾ ഇവിടെ ആരെങ്കിലും വിളിച്ചിരുത്തിയിട്ട് നമുക്ക് ഡോക്ടറെ കാണിച്ചുകൂടെ എന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ് നമ്മൾ കണ്ടിരുന്നു. അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ വരാൻ ആരുമില്ല. ഇപ്പോൾ മമ്മിയുടെ കാര്യം പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മമ്മി അത്രയും ദൂരം പോയി വരാൻ അത്രയും ഒരു സിറ്റുവേഷൻ അല്ലായിരുന്നു. ആർക്കും പെട്ടെന്ന് ഇവിടെ വന്ന് കാര്യങ്ങൾ ചെയ്യാൻ, കാരണം ഇന്നലെ രാത്രിക്ക് അത്ര കുഴപ്പമുണ്ടായില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശരിക്കും പറയുകയാണെങ്കിൽ വെറും 1.5 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് ഇത്രയധികം കാര്യങ്ങൾ സംഭവിച്ചത്. കാരണം ഞാൻ ഒരു 12-1 മണിയോടുകൂടിയാണ് ഞാൻ കുഞ്ഞിൻ്റെ അവസ്ഥ വളരെ മോശമാണെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുഞ്ഞിൻ്റെ അവസ്ഥ ആ ഒരു സമയത്താകുമ്പോഴേക്കും ഇതായി. അപ്പോൾ ഞാൻ വേഗം തന്നെ ഡോക്ടർക്ക് വിളിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത് ORS കൊടുത്ത് കാര്യങ്ങളാക്കണം, എന്നിട്ട് നാളെ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പോഴേക്കും നാളെ വരാനുള്ള പയ്യനെ നമ്മൾ വിളിച്ച് കൺഫേം ചെയ്യിപ്പിച്ചു. നാളെ രാവിലെ തന്നെ എത്താമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ 9:30 ഒക്കെ ആകുമ്പോഴേക്കും ഡോക്ടർക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് കാര്യങ്ങളാക്കി എല്ലാം സെറ്റ് ചെയ്തതാണ്. ഒരു അരമണിക്കൂറാകുമ്പോഴേക്കും കുഞ്ഞ് നമ്മളെ വിട്ട് പോവുകയാണ് ചെയ്തത്. അപ്പോൾ എന്താണ് ശരിക്കും സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പാർവോൻ്റെ ചെറിയൊരു ഇതാണ്. അപ്പോൾ എല്ലാവരും ചിന്തിക്കും വാക്സിനേറ്റഡ് എന്തുകൊണ്ടാക്കിയില്ലാന്ന്. സത്യം പറയുകയാണെങ്കിൽ ശരിക്കും വാക്സിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞ സംഭവം ഇത് കറക്റ്റ് ഡിവാമിങ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ വാക്സിനേഷൻ ചെയ്യിപ്പിക്കുക. ഫസ്റ്റ് ഡോസ് അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. അപ്പോൾ ഡിവാമിങ് കഴിഞ്ഞ് ഇന്ന ദിവസമാണ്, നാളെ ശരിക്കും ഫസ്റ്റ് വാക്സിൻ എടുക്കേണ്ട ദിവസമായിരുന്നു. പക്ഷേ എല്ലാവർക്കും അറിയാമല്ലോ, ഇവിടെ വൈറസ് നല്ല രീതിക്ക് ബാധിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇത്രയും പിള്ളേർ ഇത്രയും ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്നത് വാക്സിനേഷനും അതുപോലെ നമ്മൾ അതിനനുസരിച്ചുള്ള സപ്ലിമെൻറ്റ്സ് അത്രയും കെയറിങ് കൊടുക്കുന്ന കാരണമാണ്. ഇപ്പോൾ നിങ്ങൾ പലരും ചോദിക്കാറില്ലേ, എന്തുകൊണ്ടാണ് ഗോപുവിനെയും അപ്പൂസിനെയും ഒക്കെ എപ്പോഴും ആ റൂമിലിട്ടേക്കുന്നത്? ഇത് കാരണം കൊണ്ടൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും അവസ്ഥ മനസ്സിലാക്കുക. പിന്നെ എനിക്ക് പോവാൻ എന്താ പറയുക, ഞാൻ ഇപ്പോഴത്തെ ഇതിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, നമ്മളെ വീടിൻ്റെ മുന്നിൽ നിങ്ങൾ ക്യാമറ കണ്ടിട്ടുണ്ടോ? നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഒറ്റൊരു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുള്ളൂ. എൻ്റെ വീട്ടിൽ ഇനി ഒരു 2 ക്യാമറയും കൂടി ഇരിപ്പുണ്ട്, അതഴിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യണം. ആ ഒരു ക്യാമറയിലൂടെ ഞാൻ പല തവണയായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ ആരും ഇല്ലയെന്ന് നമ്മുടെ ഈ മക്കൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഓളി ഉണ്ടാക്കും. ഓളി ഇടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്ന് പറഞ്ഞിട്ടൊരു ഓളിയില്ലേ, അത് ഭയങ്കരമായിട്ട് ഒരു 40 പേര് അങ്ങനെ ഒരുമിച്ച് ഓളി ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? അപ്പോൾ നമ്മൾ ഈ പ്രദേശവാസികൾ ഇതുവരെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ലതേ. ക്യാമറ കണ്ടില്ലേ, നമ്മളവിടെ ക്യാമറ വെച്ചിട്ടുണ്ട്, ഫ്രണ്ടിൽ തന്നെ നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മൾ അതെ ഗേറ്റിൻ്റെ അവിടെയും ഇത് പിന്നെ പോരാതെ 360 ആണ്. ഇത് ഫുള്ള് കറങ്ങിയ കാര്യങ്ങൾ മാനേജ് ചെയ്യും. നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളാണെങ്കിലും അതുപോലെ അതെ ഗേറ്റിൻ്റെ അവിടുത്തെ കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളും നമുക്ക് ഫോണിലൂടെ തന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനിത് വെച്ചിട്ട് തന്നെ ഒരു 2-3 മാസമായി. അപ്പോൾ അതിൽ പലപ്പോഴായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യം, മക്കൾ ആരും ഇല്ല എന്നുള്ള സമയം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും, ഗോപു അടക്കം എല്ലാവരും, ഈവൺ ആ പപ്പീസ് വരെ നമുക്ക് എന്താ പറയുക, ഈ സൗണ്ടൊക്കെ ഉണ്ടാക്കി ഭയങ്കര വിഷയം ഉണ്ടാക്കും. ഞാൻ അത് ശ്രദ്ധിച്ചത് വേറൊന്നും കൊണ്ടല്ല, ഞാനൊരു തവണ കടയിൽ പോയിട്ട്, ഞാൻ ജോൺ ഉണ്ടാകുന്ന ടൈമിൽ ഞങ്ങൾ 2 ആളും കടയിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ റോട്ടിൽ നിന്ന് സൗണ്ട് കേട്ടു. ക്യാമറ നോക്കിയപ്പോൾ 40 പേരും
ഓളിയും തെക്കും തിരക്കാം. അപ്പോൾ പ്രദേശവാസികൾ ഇതുവരെ നമുക്ക് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ വന്നിട്ടില്ല. ഇതുവരെ എല്ലാവരും സപ്പോർട്ട് തന്നെയാണ്. പക്ഷേ അത് നമ്മൾ ഒരിക്കലും ആ ഒരു സംഭവം നമ്മൾ തെറ്റിക്കാതിരിക്കാനാണ് പരമാവധി ശ്രമിക്കുന്നത്. കാരണം ഈ ഒരു സംഭവം നമുക്ക് കാലാകാലം ഇവിടെ വേണ്ടതാണ്. അപ്പോൾ ആൾക്കാരെ സപ്പോർട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അറിയാലോ, നമ്മൾ മൃഗങ്ങളെയാണ് കൂടുതലും പ്രയോറിറ്റി കൊടുക്കണം. മറ്റുള്ള ആൾക്കാർ എപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കില്ല. അപ്പോൾ ആ ഒരു ഇത് കാരണം കൊണ്ടാണ് നമ്മൾ മാക്സിമം സൂക്ഷിച്ച് കാര്യങ്ങളിവിടെ ചെയ്യുന്നത്. പിന്നെ എന്ന് പറയണമെങ്കിൽ കുഞ്ഞിൻ്റെ അവസ്ഥ സത്യം പറയണമെങ്കിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം ആ കുഞ്ഞിൻ്റെ അവസാന ശ്വാസം നേരിട്ട് കാണേണ്ട ഒരു വിധി എനിക്കായിരുന്നു. അതൊരിക്കലും എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത കുറച്ച് മൊമെൻറ്റ്സിലൊരു സംഭവം തന്നെയാണ്. പിന്നെ അതുപോലെ എൻ്റെ കയറക്കുട്ടി, എൻ്റെ മോള്, ഇവള് എനിക്ക് സത്യം പറയണമെങ്കിൽ കയറക്കുഞ്ഞിൻ്റെ പോലെ തന്നെയായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഉറക്കവും കാര്യങ്ങളൊക്കെ. പക്ഷേ കുറച്ച് ദിവസം എൻ്റെ കൂടെ ഉള്ളെങ്കിലും കുഞ്ഞ് ഹാപ്പി ആയിട്ട് തന്നെയാണ്, സ്നേഹം കിട്ടിയിട്ട് തന്നെയാണെന്നുള്ളൊരു ഇത്. പക്ഷേ ഇത് ശരിക്കും ഞാൻ ഇനി കുറച്ച് നാളത്തേക്ക് വൈറസ് ഇതൊന്ന് മൊത്തം മാറി ഇവിടുത്തെ കുറച്ചും കൂടെ ഒന്ന് ക്ലീനാക്കി ഫെൻസിങ് ഒക്കെ ഒന്ന് അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഇനി റെസ്ക്യൂസ് ഇനി എടുക്കുന്നുള്ളൂ. കാരണം അല്ലാത്ത പക്ഷം നമ്മൾ ഇനിയും ഇത് വളരെ ചെറിയ കുഞ്ഞായ കാരണം കൊണ്ടാണ് ഇത്രയും വിഷയം. ശരിക്കും വാക്സിനേറ്റഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ നമുക്ക് വിഷയമില്ലായിരുന്നു. ശരിക്കും നാളെയായിരുന്നു കുഞ്ഞിൻ്റെ വാക്സിനേഷൻ ഡേറ്റ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനും കൂടിയായി. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതാണ് സംഭവിച്ചേക്കണേ. ശരിക്കും ഇവിടെ ജോലിക്ക് ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ, അറ്റ്ലീസ്റ്റ് നമ്മളെ പൈസ പറ്റിച്ച് പോയ പയ്യൻ മൂപ്പര് ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് വേറെ ആരെങ്കിലും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ബൈസ്റ്റാൻഡറായിട്ട് ഇവിടെ നിർത്തിയിട്ട് എനിക്ക് കാര്യങ്ങൾ ചെയ്യായിരുന്നു. പക്ഷേ അങ്ങനെ വിളിച്ചാൽ വരാനായിട്ട് ആരുമില്ല എനിക്ക്. അതാണ്, വിളിച്ചാൽ വരാൻ ആരുമില്ല. അപ്പോൾ അത് കാരണം കൊണ്ടാണ് എനിക്കിത്രയും പ്രശ്നങ്ങൾ ഇതുണ്ടായത്. കുഞ്ഞിൻ്റെ കാര്യം ശരിക്കും പറയണമെങ്കിൽ ഞാൻ ഡോക്ടറെ വിളിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത് അത് പെട്ടെന്ന് അത് എഫക്റ്റ് ചെയ്യും. വളരെ മിനിറ്റുകൾ മതി ശരിക്കും പറയണമെങ്കിൽ മരണം സംഭവിക്കാൻ. അത് തന്നെയാണ് കുഞ്ഞിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല. എല്ലാ പിള്ളേരും ഇപ്പോൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉള്ള ഇരിപ്പിലാണ്. എല്ലാവരും ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഇരിപ്പിലാണ്. അതേ കണ്ടോ എല്ലാവരും ഭക്ഷണത്തിന് റെഡി ആയിട്ടിരിക്കുകയാണ്. അവിടെ ഒരാൾ കിടക്കണുണ്ടോ. സത്യം പറയുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരാഴ്ചയായിട്ട് ഞാനിവിടെ ഒറ്റയ്ക്ക് തന്നെയാണ്. ആരും വേറെ മനുഷ്യന്മാരായിട്ടൊരു തരത്തിൽ കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാനും പിള്ളേരും മാത്രമാണ് ഒരാഴ്ചയായിട്ട് ഇവിടെ, പണിക്കാരില്ലാത്ത കാരണം കൊണ്ട്. അപ്പോൾ നാളെ പുതിയ പയ്യൻ വരുമെന്ന് വിശ്വാസമൊക്കെയാണ്. വിശ്വാസത്തോടെ ഞാൻ നാളെ വിശേഷങ്ങളായിട്ട് വരാം. അപ്പോൾ ബൈ.